പ്രിയ ബഹുമാനപ്പെട്ട ചരിത്രപ്രേമികൾക്ക് യേശുനാമത്തിൽ സുസ്വാഗതം. ഉദയംപേരൂർ സൂനകദോസ് ഒരു പുനർവായന എന്ന പ്രഭാഷണ പരമ്പരയുടെ 5ാം ഭാഗത്തേക്കാണ് നാം ഇന്ന് കടന്നു പോവുക. ഉദയംപേരൂർ സൂനകദോസ് മാത്രമല്ല, മറ്റു പല പ്രാദേശിക സൂനകദോസുകളും വിളിച്ചു ചേർക്കുവാനും സഭയെ നവീകരിക്കുവാനും പ്രേരകമായത് ട്രെൻഡ് കൗൺസിൽ ആയിരുന്നു എന്നത് മറക്കാവതല്ല. അതുകൊണ്ട് തന്നെ ട്രെൻഡ് കൗൺസിലിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യതയായി കാണേണ്ടതുണ്ട് എന്നതിനാലാണ് ഇവിടെ അതിൻ്റെ പശ്ചാത്തലം പഠനവിധേയമാക്കുന്നത്. സഭയിലുണ്ടായ പിളർപ്പ് നാം വിശകലനം ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അപ്പസ്തോലിക കാലത്തെ ദാരിദ്ര്യത്തിലേക്ക് സഭ തിരിച്ചു വരണമെന്നും ഹയരാർക്കി ദൈവത്താൽ സ്ഥാപിതമായതല്ല എന്നും കുർബാന, പാപസങ്കീർത്തനം അഥവാ കുമ്പസാരം, രോഗീലേപനം, പൗരോഹിത്യം എന്നിവ കൂദാശകളല്ലെന്നും ദണ്ഡവിമോചനം അസാധുവാണെന്നും പാരമ്പര്യം കൂടാതെ വിശുദ്ധ ബൈബിൾ മാത്രമാണ് ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമാകേണ്ടത് എന്നും ജോൺ വൈക്ലിഫ് ശക്തിയായി പ്രചരിപ്പിച്ച കാലം. അതനുസരിച്ച് പഠനങ്ങളും നടന്നു. ഏതാണ്ട് ഇതേ ആശയം തന്നെ ജോൺ ഹെസ്സും തൻ്റെ നാട്ടിലുള്ള വിശ്വാസികളെ പഠിപ്പിച്ചതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു സാർവത്രിക സൂനകദോസ് വിളിച്ചുകൂട്ടുന്നതിനുള്ള ശ്രമങ്ങൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ യുദ്ധം തുടങ്ങിയതിനാൽ പരാജയപ്പെട്ടു. 1539 ഈ യുദ്ധം നടന്നത് എന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. റാറ്റിസ്ബോണിൽ വെച്ച് 1541 നടന്ന കാത്തലിക് വിഭാഗവും പ്രൊട്ടസ്റ്റാന്റ് ചേരിയും തമ്മിലുള്ള അനുരഞ്ജന ശ്രമം പരാജയപ്പെട്ടത് 7 കൂദാശകൾ സംബന്ധിച്ചുള്ള കത്തോലിക്ക വിഭാഗത്തിൻ്റെ കടുത്ത നിലപാട് മൂലമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് 1534 ഇഗ്നേഷ്യസ് ലയോളയാൽ സ്ഥാപിതമായ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന ജെസ്യൂട്ട് സഭയുടെ സഹകരണത്തോടെ 1545 ഓസ്ട്രിയയിലെ ട്രെൻഡ് നഗരത്തിൽ പോൾ മൂന്നാമൻ പാപ്പ ഒരു സാർവത്രിക സൂനകദോസ് വിളിച്ചുകൂട്ടിയത്. കറുത്ത മരണം അഥവാ ബ്ലൂബോണിക് പ്ലേഗ് യൂറോപ്പിലാകെ 1548 പടർന്നു പിടിച്ചതിനാൽ അല്പകാലം ഈ സൂനകദോസ് നിർത്തിവെക്കപ്പെട്ടു. തെന്ത്രോസ് സൂനകദോസ് എന്നറിയപ്പെട്ട ഈ സൂനകദോസ് വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച തത്വങ്ങൾക്ക് വ്യക്തത വരുത്തി. സഭയിൽ നടമാടുന്ന അഴിമതികൾക്കും അരാജകത്വത്തിനും കർശനമായ നിരോധനം ഏർപ്പെടുത്തിയ ഈ സൂനകദോസ് വെപ്പാട്ടി സമ്പ്രദായം നിരോധിക്കുകയും വിശുദ്ധ ബൈബിളിൻ്റെ ഔന്നത്യം അംഗീകരിക്കുകയും സഭയിൽ അൽമായർക്കുള്ള ദൗത്യം എന്തെന്ന് വ്യക്തമാക്കുകയും സെമിനാരി സമ്പ്രദായം അടിമുടി പരിഷ്കരിക്കുകയും ചെയ്തു. പ്രിയരെ, ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് വിശകലനം ചെയ്യാം. ഇതോടെ എൻ്റെ ആമുഖ ഭാഷണം ഇവിടെ തീരുകയാണ്. ഉദയംപേരൂർ സൂനകദോസിൻ്റെ ഒരുക്കവും ആരംഭവും എന്ന വിഷയം അവതരിപ്പിക്കുന്നതിനായി അർണൂസ് പാതിരി അക്കാദമിയിലെ മുൻ റിസർച്ച് ഡയറക്ടറും തിരുവനന്തപുരം തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് റക്ടറും മാനേജരും ആയ ചരിത്ര പണ്ഡിതനായ റവറൻ ഡോക്ടർ സണ്ണി ജോസിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഉദയംപേരൂർ സൂനകദോസിൻ്റെ ഒരുക്കവും ആരംഭവും. ഉദയംപേരൂർ സൂനകദോസിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇതിന് മുൻപുള്ള ഭാഗത്ത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി വിശദീകരിക്കുകയുണ്ടായല്ലോ. അങ്ങനെയിരിക്കെ നസ്രാണികളുടെ മെത്രാനായ മാർ ഏബ്രഹാം
1598 മരണമടഞ്ഞു. കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളെ ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമാക്കുവാനും അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന അക്രൈസ്തവ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇല്ലാതാക്കുവാനും ആഗ്രഹിച്ച ഗോവൻ ആർച്ച് ബിഷപ്പ് മെനേസിസ് ഇത് വീണ് കിട്ടിയ ഒരവസരമായി കരുതി. മെനേസിസ് മെത്രാൻ അനിതര സാധാരണമായ സാമർഥ്യവും ധീരതയും കർമ്മോത്സുകതയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല, ഈ സമയത്ത് 38 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹം നല്ല ആരോഗ്യവാനും പ്രവർത്തന സജ്ജനുമായിരുന്നു. അദ്ദേഹം ഗോവയിലെ ആർച്ച് ബിഷപ്പ് മാത്രമായിരുന്നില്ല, ഇന്ത്യയിലെ പോർച്ചുഗീസ് ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ഡെപ്യൂട്ടി വൈസ്രോയി എന്ന് വിശേഷിപ്പിക്കാം. ഗവർണർമാർ മുതലായവരെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. വൈസ്രോയി സ്ഥാനത്തിന് ഒഴിവുണ്ടായാൽ ആ സ്ഥാനം വഹിക്കേണ്ടത് ആർച്ച് ബിഷപ്പായിരുന്നു. മെനേസിസ് കുറച്ചു കാലം ഇങ്ങനെ വൈസ്രോയിയായി ഇരുന്നിട്ടുമുണ്ട്. കേരളത്തിലെ നസ്രാണി ക്രിസ്ത്യാനികളുടെ ഇടയിൽ താൻ ഉദ്ദേശിച്ച മാറ്റങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോട് 1599 ഫെബ്രുവരി 1-ാം തീയതി അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങി. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഭരണാധികാരിയായിരുന്ന ഗീവർഗീസ് അർക്കദിയാക്കോനെ ഒരു അഭിമുഖ സംഭാഷണത്തിനായി കത്തുവിട്ട് കൊച്ചിയിലേക്ക് ക്ഷണിച്ചു. അർക്കദിയാക്കോൻ തൻ്റെ സഭയിലെ പ്രമുഖരെ വിളിച്ചുകൂട്ടി ആലോചിച്ചു. സഭയുടെ സ്വാതന്ത്ര്യത്തെയും ആചാരങ്ങളെയും എന്തു വന്നാലും അല്പം പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നും നിവൃത്തിയുണ്ടെങ്കിൽ രക്തച്ചൊരിച്ചിലില്ലാതെ കഴിയണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. മെനേസിസിനെ തങ്ങളുടെ പള്ളിയിൽ സന്ദർശിക്കുവാൻ അനുവദിക്കാമെന്നും എന്നാൽ മേൽപ്പെട്ട സ്ഥാനത്തിൻ്റെ കർമ്മങ്ങളൊന്നും നടത്തുകയില്ലെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യണമെന്നും തീരുമാനിച്ചു. കൊച്ചിയിലേക്ക് പോകുന്നത് വേണ്ട കരുതലോടെ വേണമെന്ന നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയുധധാരികളായ 3000 സൈനികരുടെയും അവരുടെ നായകന്മാരായ 2 പണിക്കന്മാരുടെയും അകമ്പടിയോടെയാണ് അർക്കദിയാക്കോൻ കൊച്ചിയിലേക്ക് പോയത്. ആർച്ച് ബിഷപ്പ് തൻ്റെ പള്ളിയിൽ സന്ദർശിക്കുന്നത് അനുവദിക്കാമെന്നും മേൽപ്പട്ടക്കാരൻ്റെ കർമ്മങ്ങളൊന്നും നടത്തുകയില്ലെന്ന് വാഗ്ദാനം ചെയ്യണമെന്നും സംഭാഷണത്തിൻ്റെ ഇടയിൽ അർക്കദിയാക്കോൻ പറഞ്ഞു. മെനേസിസ് അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. 2 പക്ഷക്കാരും കൂടിക്കാഴ്ച വിജയകരമായിരുന്നു എന്ന് വിശ്വസിച്ച് പിരിയുകയും ചെയ്തു. തുടർന്ന് മെനേസിസ് മെത്രാൻ കേരളത്തിലെ നസ്രാണി പള്ളികൾ സന്ദർശിക്കുവാൻ ആരംഭിച്ചു. വൈപ്പിൻകോട്ട, പറവൂർ, ആലങ്ങാട്, ചൊവ്വര, കാഞ്ഞൂർ എന്നിങ്ങനെയുള്ള മധ്യ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രമുഖ കേന്ദ്രങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ഇവിടങ്ങളിൽ കുർബാന അർപ്പിക്കുകയും മുമ്പിലത്തെ ഒപ്രിഷ്മ അല്ലെങ്കിൽ കൺഫർമേഷൻ കുദാശ നൽകുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഉടലെടുത്തു. അതിനാൽ ചൊവ്വര അടുത്തുള്ള വള്ളക്കടവിൽ വെച്ച് വീണ്ടും മെനേസിസ് മെത്രാനും അർക്കദിയാക്കോനും തമ്മിൽ സുദീർഘമായ ചർച്ച നടന്നു. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ
ഒരു സൂനകദോസ് വിളിക്കാം എന്ന് ഇരു കൂട്ടരും സമ്മതിച്ചു. അതുവരെ ആർച്ച് ബിഷപ്പ് ഒരു അതിഥിയുടെ മട്ടിൽ മാത്രമേ ദേവാലയങ്ങൾ സന്ദർശിക്കാവൂ എന്നും തീരുമാനമായി. കാഞ്ഞൂരിൽ നിന്നും മെനേസിസ് തെക്കൻ കേരളത്തിലെ പുറക്കാട്, കൊല്ലം, മുളന്തുരുത്തി എന്നിവിടങ്ങളിലെ നസ്രാണി പള്ളികൾ സന്ദർശിക്കുകയും കൂദാശകൾ പരികർമ്മം ചെയ്യുകയും ചെയ്തു. അവിടുന്ന് അദ്ദേഹം ഉദയംപേരൂരിലെത്തി നിരവധി പേർക്ക് പട്ടം കൊടുക്കുവാൻ തീരുമാനിച്ചു. ഓശാന ഞായറാഴ്ചയുടെ തലേ ശനിയാഴ്ച ഈ കർമ്മം നടത്തുന്നതാണെന്ന് കേരളം മുഴുവൻ അറിയിച്ചു. എന്നാൽ ഇത് മുൻധാരണകൾക്കും പള്ളി യോഗത്തിൻ്റെ ആവശ്യപ്രകാരം മാത്രമേ ആർത്തികൾക്ക് പട്ടം കൊടുക്കാവൂ എന്ന നസ്രാണി പാരമ്പര്യത്തിനും വിരുദ്ധമായിരുന്നതിനാൽ അർക്കദിയാക്കോനും കൂട്ടരും ഇതിനെ എതിർത്തു. ഇതിൽ നസ്രാണികളോട് തലമുറകളായി സഹോദരഭാവേന വർത്തിച്ചിരുന്ന നായന്മാർ, അന്ന് നായന്മാർ പൊതുവെ രണശൂരന്മാരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇതിൽ നസ്രാണികളോട് തലമുറകളായി സഹോദര ഭാവേന വർത്തിച്ചു പോകുന്ന നായന്മാർ പൊതുവെ അക്കാലത്ത് അവർ രണശൂരന്മാരായി ആണ് അറിയപ്പെട്ടിരുന്നത്. നസ്രാണി പക്ഷത്തിൻ്റെ സഹായത്തിനായി എന്തിനും തയ്യാറായി മുന്നോട്ട് വന്നു. എന്നാൽ ഇതിനോടകം കേരളത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെയും ഭരണാധികാരികളെയും എല്ലാം പോർച്ചുഗീസ് സ്വാധീനത്തോടെ ആർച്ച് ബിഷപ്പ് മെനേസിസ് തൻ്റെ പക്ഷത്താക്കിയിരുന്നു. അവരുടെ സമ്മർദ്ദത്താൽ വൈമനസ്യത്തോടെയാണെങ്കിലും അർക്കദിയാക്കോന് ആർച്ച് ബിഷപ്പിന് കീഴടങ്ങേണ്ടതായി വന്നു. ആർച്ച് ബിഷപ്പ് മെനേസിസ് ഉദയംപേരൂരിൽ 38 പേർക്ക് വൈദിക പട്ടം നൽകി. ഫീസും പ്രതിഫലവുമില്ലാതെയാണ് അദ്ദേഹം ഇത് നിർവഹിച്ചത്. ഇത് അക്കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് കുറേ പേർക്ക് ഈ നടപടി ഇഷ്ടപ്പെടുകയും അവരെ അത് മെനേസിസ് പക്ഷക്കാരാക്കി തീർക്കുകയും ചെയ്തു. കടുത്തിരുത്തിയിലാണ് ആർച്ച് ബിഷപ്പ് വിശുദ്ധവാരം കൊണ്ടാടിയത്. നിരവധി എതിർപ്പുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും അവിടെയും മെനേസിസ് പതിവുള്ള പ്രസംഗങ്ങളും കർമ്മങ്ങളും നടത്തുകയും കുറേ പേർക്ക് പട്ടം കൊടുക്കുകയും ചെയ്തു. തുടർന്ന് കൊച്ചിയിലെത്തിയ ആർച്ച് ബിഷപ്പ് കൊച്ചി രാജാവിൻ്റെ സഹായത്തോടു കൂടി 10 വ്യവസ്ഥകൾ അർക്കദിയാനെ കൊണ്ട് അംഗീകരിപ്പിച്ചു. നെസ്റ്റോറിയൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉപേക്ഷിക്കുക, ബാബിലോണിലെ പാത്രിയാർക്കീസിനെ ഉപേക്ഷിച്ച് റോമിലെ മാർപ്പാപ്പയുടെ സാർവത്രികമായ അധികാരം ഏറ്റുപറയുക, രൂപത സൂനകദോസ് വിളിച്ചുകൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നിവയൊക്കെയായിരുന്നു ഇവയിൽ പ്രധാനപ്പെട്ടവ. തുടർന്ന് ആർച്ച് ബിഷപ്പിൻ്റെ അധ്യക്ഷതയിൽ വൈപ്പിൻകോട്ടയിൽ നടന്ന യോഗത്തിൽ സൂനകദോസിൻ്റെ സ്ഥലവും തീയതിയും തീരുമാനിക്കപ്പെട്ടു. അങ്കമാലിയിൽ വെച്ച് സൂനകദോസ് നടത്തണമെന്നായിരുന്നു അർക്കദിയാക്കോനും നസ്രാണി പ്രതിനിധികൾക്കും താൽപ്പര്യം. പക്ഷെ മെനേസിസ് അതിന് സമ്മതിച്ചില്ല. പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം ഉദയംപേരൂർ തിരഞ്ഞെടുത്തു. ജൂലൈ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് സൂനകദോസ് കൂടുന്നതാണെന്നും എല്ലാ വൈദികരും 4 പ്രതിനിധികളും അതിൽ പങ്കെടുക്കേണ്ടതാണെന്നും കാണിച്ച്
എല്ലാ പള്ളികളിലും ഓല അല്ലെങ്കിൽ സർക്കുലർ അയച്ചു. സൂനകദോസ് അംഗീകരിച്ച് നടപ്പിലാക്കേണ്ടിയിരുന്ന കാനോനുകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ ആർച്ച് ബിഷപ്പ് പോർച്ചുഗീസ് ഭാഷയിൽ എഴുതി തയ്യാറാക്കിയിരുന്നു. മലയാളവും സുറിയാനിയും വളരെ നന്നായി അറിയാമായിരുന്ന വൈപ്പിൻകോട്ട സെമിനാരിയിലെ ഫ്രാൻസിസ് റോസ് എന്ന ജെസ്യൂട്ട് വൈദികൻ്റെ മേൽനോട്ടത്തിൽ ചില നാട്ടുപട്ടക്കാരെ കൊണ്ട് അതിൻ്റെ പരിഭാഷ മലയാളത്തിൽ തയ്യാറാക്കി. വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ഈ കാനോനുകൾ അംഗീകരിച്ചെടുക്കുന്നതിനായി മെനേസിസ് മെത്രാൻ സൂനകദോസ് തുടങ്ങുന്നതിന് മുൻപായി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു. നസ്രാണികളുടെ ഇടയിലെ ഏറ്റവും പ്രമുഖരായ 8 പട്ടക്കാരെ തിരഞ്ഞെടുക്കുകയും അവരെയും അർക്കദിയാക്കോനെയും വിളിച്ചു വരുത്തി സൂനകദോസിലേക്കായി എഴുതി വച്ചിരുന്ന കാനോനുകൾ അല്ലെങ്കിൽ നിശ്ചയങ്ങൾ ആർച്ച് ബിഷപ്പ് അവരെ വായിച്ചു കേൾപ്പിക്കുകയും അവരുടെ അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അവരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. വലിയ സാരമില്ലാത്ത എതിർപ്പുകളുടെ കാര്യത്തിൽ ആവശ്യം പോലെ തിരുത്തലുകൾ വരുത്തുകയും ചെയ്തു. കൂടാതെ നസ്രാണി സമുദായപരമായ ആചാരങ്ങളുടെ വിഷയങ്ങൾ സംബന്ധിച്ച് വൈദികരല്ലാത്ത 4 പ്രമാണികളെ വിളിച്ച് ആലോചിക്കുകയും ചെയ്തു. ഈ സ്വകാര്യ ചർച്ചകളിൽ പങ്കെടുത്തവരെല്ലാം സൂനകദോസിൽ മെനേസിസിൻ്റെ ഉറച്ച പിന്തുണക്കാരായി മാറുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സൂനകദോസിൻ്റെ കാനോനുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇവരെ തൻ്റെ കൂടെ നിർത്തുവാനും വലിയ പ്രയാസമൊന്നും ഇല്ലാതെ അവ പാസാക്കി എടുക്കുവാനും ഈ നടപടികൾ മെനേസിസിനെ സഹായിച്ചു. ഇങ്ങനെയുള്ള ഒരുക്കങ്ങൾക്കെല്ലാം ശേഷം 1599 ജൂൺ മാസം 20-ാം തീയതി പെന്തക്കുസ്തായ്ക്ക് ശേഷമുള്ള 3ാമത്തെ ഞായറാഴ്ച ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് സൂനകദോസ് ഔപചാരികമായിട്ട് ആരംഭിച്ചു. 133 പട്ടക്കാരും 20 ശമാശന്മാരും 660 അൽമായ പ്രതിനിധികളും ഉൾപ്പെടെ 813 പേരാണ് സൂനകദോസിൽ പങ്കെടുത്തത്. എല്ലാ ദിവസവും 2 യോഗങ്ങൾ സെഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് രാവിലെ 7 മുതൽ 11 വരെയും രണ്ടാമത്തേത് ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 6 മണി വരെയും. ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കി സംക്ഷിപ്തമായി ഉദയംപേരൂർ സൂനകദോസിൻ്റെ ഒരുക്കത്തെപ്പറ്റിയും ആരംഭത്തെപ്പറ്റിയും പ്രതിപാദിക്കാനുള്ളത്. ഓരോ ദിവസവും സൂനകദോസിൽ നടന്ന കാര്യങ്ങളും നടപടികളും എല്ലാം തുടർന്നുള്ള ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നതായിരിക്കുമല്ലോ.